ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു മീൻ കറി റെഡിയാക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. മൺചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടിച്ച് അതിന് ശേഷം കുറച്ച് ഉലുവ കൂടി ചേർത്തു. അതുകൂടി പൊട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത ചേരുവ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർക്കാം. ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ചുവന്ന ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തതല്ല, കുറച്ച് തിക്കായിട്ടുള്ള സ്ലൈസ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി അരിഞ്ഞ് വെക്കാം. തക്കാളി ഇതിലേക്ക് ചേർത്ത് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. തക്കാളിയിലേക്കാണ് ഉപ്പിട്ടത്, അപ്പോൾ കറിയിലേക്ക് ഉപ്പിടുന്നത് കാണില്ല. നമുക്ക് കറിയിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ, ആവശ്യത്തിനുള്ള എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക്. പിന്നെ പൊടികൾ ചേർക്കുമ്പോൾ അതിൽ കുറച്ച് എരിവുണ്ടാവും. അപ്പോൾ ഉപ്പിട്ട് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി നമുക്ക് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. ഇതിൽ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. മുളക്, മഞ്ഞൾ, കുരുമുളക് പൊടി, ജീരകം, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായി വെള്ളത്തിൽ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചു. അതിന് പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കുന്നുണ്ട്. ഉപ്പ് ഇടയ്ക്കിടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഞാനതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ചൂടുവെള്ളത്തിലാണ് ഞാൻ കുതിർക്കാനിട്ടിരിക്കുന്നത്. കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചതാണ് ചൂടുവെള്ളത്തിൽ. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ആവശ്യമായ ചൂടുവെള്ളം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളമാണ് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറി പോലെ വേണമെങ്കിൽ അങ്ങനെ, ഗ്രേവി പോലെ ആണെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷമാണ് ഞാനിതിലേക്ക് മീനിട്ട് കൊടുക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴാണ് ഞാൻ വീണ്ടും ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്കിത് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. മീനിൻ്റെ കഷ്ണങ്ങൾ മാത്രമല്ല, ഇതിന് മീനിൻ്റെ തല കൂടി ഉണ്ട്. അതും കൂടി ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കി അടച്ച് വെച്ച് വേവിക്കാം. ഒരു 20 മിനിറ്റെങ്കിലും ഞാൻ മീൻ കറി വേവിച്ചിട്ടുണ്ട്. ഒന്ന് വറ്റി നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു തിക്നെസ്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്ര നേരം വേവിച്ചിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി മീൻ കഷ്ണങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിൽ, ആ കറിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിലാക്കി ഒരേ നിരപ്പാക്കി വെച്ച് കൊടുക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണമെന്ന് അറിയിക്കുകയാണ്. വളരെ പെട്ടെന്ന് വളരെ രുചികരമായ രീതിയിൽ നമുക്ക് മീൻ കറി ഉണ്ടാക്കി നോക്കാം. ഇവിടെ ഞാൻ കഷ്ണമീൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ മീനുകൾ വെച്ചിട്ടും ഇതേപോലെ നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. ഇപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. മീനിൻ്റെ കറിയിൽ നമുക്ക് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്.
ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ.